കൊച്ചമ്പങ്ങളെ കണ്ടിട്ട് എത്രയായി? നീ വന്നോന്നറിഞ്ഞു. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ എന്റെ കുട്ടിയെ. കയറി വരട്ടെ ഞാനങ്ങട്ട്. ഇങ്ങോട്ട് കയറി വരണ്ടവളല്ലായിരുന്നോ നീ? ആട്ടെ, അറിഞ്ഞോ മോൾ ഇവിടുത്തെ വിശേഷം? എന്താണ്ടായ? ആര് പറഞ്ഞു നിന്നോട് തെണ്ടി തിരിഞ്ഞിറക്കാൻ? പോകത്ത് അച്ഛാ, അകത്ത് കയറി പോവാൻ. എന്നാലും എന്റെ ബാലരാമ, എന്റെ മോളെ കണ്ണു നിറച്ചൊന്ന് കാണുന്നതിന് മുമ്പ് അതിന്റെ ചോര കുടിച്ച് മതിയായില്ലേ നിങ്ങൾക്ക് ഇനിയും? മറ്റെല്ലാ സങ്കടങ്ങളും മറന്ന് ഇത്തിരി മനസമാധാനത്തോടെ ജീവിക്കുക എന്റെ കുട്ടി. വീണ്ടും പഞ്ചാര വർത്താനവും പറഞ്ഞ് ചതിക്കാനാ ഭാവമെങ്കിൽ കത്തിക്കും ഞാൻ ഇരിക്കാണ് ഒരു പത്തായപ്പുര. എന്റെ രുക്മാവതി ഏട്ടത്തെയും തെരഞ്ഞ് ഞാൻ തൊടി മുഴുവൻ കറങ്ങി. എന്തെടുക്കുക മിസ്സസ് നാരായണ പിഷാരോടി ഇവിടെ? ഞാൻ പശുവിനിത്തിരി കരയണുണ്ടോ എന്റെ അമ്മ? കരയേ? നിനക്ക് തോന്നണതാ. അല്ല, കലങ്ങിയിട്ടുണ്ട് അമ്മയുടെ കണ്ണ്. എന്താ എന്താ പറ്റിയ? സത്യം പറ. അതേ, അത് കരട് പോയതാ. നിക്ക് നിക്ക് നിക്ക്. പോയില്ലേ പോയില്ലേ കരട്? ആകാശം പോലെ തിളഞ്ഞു നിൽക്കുന്ന നമ്മുടെയൊക്കെ കണ്ണില് ഇടയ്ക്ക് ഓരോ കരട് എടുത്തിടും ദൈവം. ഇല്ലേ രുക്മാവതി എടുത്തേ? എല്ലാം അവസാനിച്ചു എന്ന് കരുതി ഇരിക്കുമ്പോഴാ കുഴിമാർത്തിന്ന് ആ കാലിന് എണീറ്റ് വന്നു. നീരറിഞ്ഞ എന്താ സംഭവിക്കുക? എത്ര ദിവസം വെച്ചിട്ടാ ഒളിച്ചു വെക്കുക? ഇന്നല്ലെങ്കിൽ നാളെ അവര് തമ്മിൽ കാണും. ആലോചിക്കുമ്പോ എന്റെ നെഞ്ചു പിടയ്ക്കണം. ഒരൊറ്റ വഴി എന്റെ ബുദ്ധി തെളിയണുള്ളൂ. അവളെ അപ്പുട്ടൻ മാമന്റെ അടുത്തേക്ക് അയക്കുക, ബാംഗ്ലൂർക്ക്. ഈ വെക്കേഷൻ അവിടെ നിൽക്കട്ടെ മീര. പതുക്കെ അറിഞ്ഞോട്ടെ വിവരങ്ങളൊക്കെ. പെട്ടെന്നൊരു ഷോക്കാവുണ്ട് അവൾക്ക്. എന്നാ നാളെ തന്നെ അവളെ കൊണ്ട് നീ ബാംഗ്ലൂർക്ക് പോക്കോ. ശരി. ഞാൻ ബാംഗ്ലൂർക്കും കൊടൈക്കനാലിലേക്കൊന്നുമില്ല. നാളെ അമ്മയുടെ തറവാട്ടി പോണം. ഉത്സവം തുടങ്ങല്ലേ. ഇക്കുറി താലപ്പൊലി എടുക്കാന്ന് നേർന്നിട്ടുണ്ട് ഞാൻ. ഈ കഞ്ചാവടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഭരത? സുഖം ഗോവിന്ദ മാമയ്ക്ക് അറിഞ്ഞോടാഞ്ഞിട്ടാ. എന്ത് സുഖം? നമുക്കൊരു ട്രാൻസിൽ അങ്ങനെ പറക്കാം, ഒരു വിമാനം പോലെ, ഒരു തിത്തിരി പക്ഷിയെ പോലെ. അറിയോ ഗോവിന്ദ മാമയ്ക്ക് ഹിമാലയത്തിലുള്ള ഒട്ടുമിക്ക സന്യാസിമാരെ ഇത് ഉപയോഗിക്കും. ഇത് മാത്രല്ല, ചരസ്, ഭാങ്, സോമം, ഇതൊക്കെ. സന്യാസിമാരിലും കള്ളന്മാരുണ്ടെന്നർത്ഥം. ആദ്യമാഷത്തിലോ പ്രസംഗം സിമ്പോസിയം മാത്രാച്ചാ ഒരു ഈച്ച പോലും 4 കാശ് തരില്ല. കലാപരിപാടികൾ എന്തെങ്കിലും ഉണ്ടായേ പറ്റൂ. എന്താ സംഗതി ഒന്ന് ഉഷാറായിക്കോട്ടെ. നമുക്ക് യേശുദാസിന്റെ ഗാനമേള അങ്ങോട്ട് വെച്ചാലോ? നീ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ളൂ. തമ്പുരെടുത്ത് നിന്റെ പുറകെ വരും യേശുദാസ്. എന്നാ കലാഭവൻ നാളെ കൊണ്ടുവന്നൊരു മിമിക്രി ആവാം. വല്ല കഥകളിയോ കഥാപ്രസംഗമോ ആവും നല്ലത്. അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടല്ലേ ജോത്സ്യരെ? എന്നാ പിന്നെ നമുക്ക് PT ഉഷ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പാടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം. ഒരു വെടിക്കെട്ടാ നല്ലത്. വെടിക്കെട്ടോ? ഇതെന്താ വാനശാലയിൽ പൂരാ? വെടിക്കെട്ട് എന്നിനൊരു ഐശ്വര്യല്ലേ ഭഗവാൻ? വെടിക്കെട്ട് ഏതായാലും വേണ്ട. വെടിക്കെട്ട് മതി, ഒരു ഗംഭീര വെടിക്കെട്ട്. ഞെട്ടണം നമ്മുടെ നാട്ടുകാർ. ആരുടെ മാഷേ, വെടിക്കെട്ട് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ? അത് തീരുമാനിക്കാൻ നീ ആരാ? ഞാൻ ഇതിന്റെ ട്രഷററാ. ട്രഷറല്ലേ? പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനൊന്നും അല്ലല്ലോ. വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി. ഞാൻ അച്ഛനെന്താ പണ്ട് പോലെ വെടിക്കെട്ടുകാരനാട്ടോ? വെടിക്കെട്ട് മതി, വെടിക്കെട്ട് മതി എന്ന് പറഞ്ഞാൽ ഡോക്ടർ അടുത്തേക്ക് എടുക്കാം. കറണ്ട് പോയല്ലോ. നിന്റെ തല തല്ലി കീറിയിട്ട് നീ ഇവിടെ വന്നിരുന്ന് കഞ്ചാവടിച്ച് സൂഹിക്കുക വെച്ചിട്ടുണ്ടാ നിനക്ക് ഞാൻ. വല്ലാണ്ട് പറ്റിയിട്ടുണ്ടോ ഗോവിന്ദ? 5 കുത്തിക്കെട്ട് അത്രേ ഉള്ളൂ. ഇരുട്ടടിയായിരുന്നു ഗോവിന്ദ മാമ. ഇരുട്ടടിയേ ഇരുട്ടടി.
ഈ ജ്യോത്സ്യന്മാർക്കും വക്കീലന്മാർക്കും ഒക്കെ പതിവുള്ളതാണല്ലോ ഇരുട്ടടി. അറിയോ ഗോവിന്ദമാമയ്ക്ക്, ഇപ്പൊ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഇരുട്ടടി ഔട്ട് ഓഫ് ഫാഷനാ. ഇരുട്ടടിക്ക് പകരം AK-47 അവർ ഉപയോഗിക്കുന്നത്. അതോടെ കാര്യം കഴിഞ്ഞു. ഈസി അപ്രോച്ച്. വലിച്ചു കയറ്റിക്കോ കഞ്ചാവ്. വേണമെങ്കിൽ ബ്രാൻഡി ഇവിടെ വാങ്ങിച്ചു തരാം. എടോ, കീഴ്ക്കട ഈ തറവാട്ടിലാരും കള്ളും കഞ്ചാവും ഉപയോഗിച്ചിട്ടില്ല. നീയായിട്ട് അങ്ങനെ ഒരു കിഴുവഴക്ക് ഉണ്ടാക്കുകയും വേണ്ട. 2 പുകയെടുത്താ പിന്നെ നിനക്ക് കോഴി ഏതാ കോഴിക്കോട് ഏതാന്ന് ഒരു ദിശയില്ല. കഷ്ടം തന്നെ. വല്ലാണ്ട് ക്ഷീണം തോന്നുന്നുണ്ട് പെങ്ങളെ. ഇത്തിരി പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കിത്താ. അസ്സലാമലൈക്കും. അമ്പലത്തിൽ പോയി വരണ വഴി ആ രാവുണ്ണിയാരാ പറഞ്ഞ ഇവിടെ പണി നടക്കണ കാര്യം. ദുബായിന്ന് വരില്ല നിങ്ങളുടെ അനിയൻകുട്ടി വിശ്വനാഥൻ. അപ്പോഴേക്ക് ഇതിന്റെ പണിയൊക്കെ തീർത്ത് താക്കോല് കൈ കൊടുക്കണ്ടേ? ഇതിനൊക്കെ എങ്ങനെയാ ഗഫൂറെ ഞാൻ നിന്നോട് നന്ദി പറയാം. അല്ലോ, നന്ദി പടച്ചോനോട് പറയും ശാരദി മാഷേ. ഇവിടെ കിടന്ന് നശിക്കായിരുന്നു എന്റെ കുട്ടി. പടച്ചോന്റെ അനുഗ്രഹവും ഗഫൂറിന്റെ കാരുണ്യവും കൂടി ഉണ്ടായപ്പോ അവൻ രക്ഷപ്പെട്ടു. അല്ല ശാരദി മാഷേ, നിങ്ങളുടെ നല്ല മനസ്സാ എല്ലാറ്റിനും കാരണം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, ഇത്തിരി തിരക്കുണ്ട്. നാളെ തരം കഴിഞ്ഞതിലേ വരാം. അങ്ങനെ ആയിക്കോട്ടെ. ഗഫൂറെ, വീടിന്റെ പാല് കാച്ച് കഴിയട്ടെ. അവന് നമുക്കൊരു പൂച്ചക്കുട്ടിയെ കൂടെ പിടിച്ചുകൊണ്ട് കൊടുക്കണം. നല്ലൊരു ശാരസയായ കുട്ടിയെ. മാഷ് പറഞ്ഞ നല്ല കിളി പോലത്തെ പെണ്ണിനെ കൊത്തിക്കൊണ്ട് കൊടുക്കൂലേ അവന് ഞാൻ. എവിടെയാ പഴിച്ചത്? ആർക്കാ പഴിച്ചത്? ആരാ ചതിച്ചത്? അറിയണം എനിക്ക്. എനിക്ക് അറിയണം. അച്ഛനാണോ? അച്ഛൻ പെങ്ങളാണോ? എന്റെ മാഷാണോ? അതോ ഈശ്വരന്മാരാണോ? മറ്റാരുമല്ല മീര, മറ്റാരുമല്ല. ഒരുപാട് മോഹിപ്പിച്ച് ഒരുപാട് സ്വപ്നം കാണിച്ചു തന്നു നിന്നെ ചതിക്കുഴി കൊണ്ട് ചാടിച്ചത് ആ പിശാച, നിന്റെ മാഷ്, എന്റെ പെങ്ങടെ വയറ്റി പിറന്ന ഭരതനെന്ന ആ കാലഭൈരവൻ. മറക്കണം നീ, എല്ലാം മറക്കണം. പുനർജന്മം എടുത്തു വന്ന ആ കത്തിവേഷം ഉരുപിടിച്ചാരമായി ഭാരതപ്പുഴയിൽ ഒഴുകിപ്പോയെന്ന് നീ സമാധാനിക്കണം. മീര, ഒന്നിറങ്ങി വാ. കാര്യമായിട്ട് ഇത്തിരി സംസാരിക്കാനുണ്ട് എനിക്ക്. നിന്റെ മാഷ വിളിക്കുന്നത്. വാ, ഒന്നിറങ്ങി വാ. യോഗ്യൻ, തറവാടി, ഇവനാണ് അച്ഛൻ. സ്വയം പോഴത്തല്ല ഗോവിന്ദാമേ, ഭരണി പൊട്ടിപ്പോവും. എടോ, ഗോവിന്ദപ്പിഷാരടിയുടെ അച്ചാറെന്ന് പറഞ്ഞാ എന്താ നീ ഉദ്ദേശിക്കണത്? ഒരു കടുവാങ്ങാ മതി, ഏത് ഭീമസേന് 4 പറ അരിയുടെ ചോറുണ്ണും. നോക്കിക്കോ നീ, നാളെ ആമക്കുട്ടിയെ കാണാൻ വരുന്ന ചെക്കനും അവന്റെ ബന്ധുക്കളും നാളെ ബോധം കെട്ട് വീഴും ഈ അച്ചാറ് കഴിച്ചു. അപസ്മാരത്തിന്റെ നെയ്യത്തിരി കരുതേണ്ടി വരുമോ ഗോവിന്ദമാമേ? ബോധം കെട്ട് വീഴുന്നവരെ എഴുന്നേൽപ്പിക്കാൻ. എടി എടി, പരിഹസിക്കണ്ട നീയെ. നാളെ സദ്യ കഴിയുമ്പോ വിവരം മനസ്സിലാവും നിനക്ക്. ഏട്ടനെന്താ കുട്ടിയത്തെ കുറയ്ക്കണ പോലെ മിണ്ടാണ്ടിരിക്കണേ? ഒന്ന് ഉഷാറാവടോ ഭരത.
നമ്മുടെ കുട്ടി നാളത്തരം കഴിഞ്ഞാൽ ഈ പടി ഇറങ്ങി പോവാൻ പോവല്ലേ, ഒന്ന് ഇളകി മറിയടോ താൻ. ആരാ പ്രഭാര ഇവരൊക്കെ? ഭാമയെ കാണാൻ വന്നവരാ. ഇതാ ചെറുക്കൻ, ഇത് അച്ഛൻ ശങ്കരൻകുട്ടി മാഷ്, ഇത് അമ്മാമ, ഇത് ചെറിയച്ഛൻ. എന്റെ പെങ്ങളെ കല്യാണം കഴിക്കാനോ അതോ കലാമണ്ഡലത്തിൽ ചേർക്കാനോ നിങ്ങളൊക്കെ വന്നേക്കണേ? ഇങ്ങനൊരു സമ്പ്രദായം കീഴ്ക്കട ഞങ്ങളുടെ തറവാട്ടിൽ ഉണ്ടായിട്ടില്ല. കുട്ടിയെ കാണാ വേണച്ച വല്ല സംസാരിക്കാം, ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചോണ്ട് പോവാ. ഇതാ ഇവിടുത്തെ പതിവ്. ഞങ്ങളുടെ തറവാട്ടിൽ ഈ വക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചോളൂ ഷാരടി മാഷേ. അത് നിങ്ങളുടെ തറവാട്ടില്, ഇതെന്റെ തറവാട്. ഇതെന്താ ഗോവിന്ദ പിഷാരടി, ഇത്തിരി സംഗീതം പഠിച്ച കുട്ടിയാന്ന് കേട്ടപ്പോ ഒരു പാട്ട് കേട്ടാ കൊള്ളാൻ തോന്നി എന്റെ മകന്. ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ആരാ നിങ്ങളുടെ മകൻ? മുത്തുസ്വാമി ദീക്ഷിതരോ അതോ ത്യാഗരാജ സ്വാമികളോ? വലിയ പണ്ഡിതരാജപ്പട്ടം വാങ്ങിയ ആളല്ലേ ഭരത പിഷാരോടി. തസ്മത് ഗായന്തം സ്ത്രീയഹ കാമയന്തി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ലേ കാളിദാസൻ? കാളിദാസൻ അങ്ങനെ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയുടെ കുന്നോളം പോകുന്ന മുലകളെ പറ്റിയും കുടം കമത്തി വെച്ച പോലുള്ള നിലമ്പത്തെ പറ്റിയും പാടി പരീക്ഷ സ്ഥിതിക്ക് ഇനി അതുകൂടെ പരിശോധിക്കണം തോന്നുന്നു നിങ്ങളുടെ മകന്? പരമേശ്വര, ഈ അധമന്റെ വീട്ടിൽ നമുക്കൊരു ബന്ധം വേണ്ട. അറിഞ്ഞില്ല ഗോവിന്ദ പിഷാരടി, ഈ നീജന്റെ വീടാണിതെന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരു ബന്ധത്തിന്റെ പേരിൽ കേറി വരില്ലായിരുന്നു ഇവിടെ. വരിക. ഭരത, കഞ്ചാവ് വലിച്ചു കയറ്റി നീ കാണിച്ച തോന്യാസം കൊണ്ട് ഇല്ലാണ്ടായി പോയത് ഈ പാവം പെൺകുട്ടിയുടെ ജീവിത. മരിച്ചു മേലെ നിൽക്കണം നിന്റെ അച്ഛൻ തരില്ല നിനക്ക് മാപ്പ്. ഓർത്തോ? കിണറ്റിലോ കുളത്തിലോ ചാടി ചാവണേരുന്നു. നീ ഇതിനെ അങ്ങോട്ട് കൊല്ലടാ. ചാടട്ടെ അവള് പോയി. അമ്മ പറഞ്ഞ പോലെ വല്ല കിണറ്റിലോ കുളത്തിലോ. സമ്മതിക്കോ ഏട്ടനവളെ? ഇതെന്താ വെള്ളരിക്ക പത്മ? പ്രഭാകര, എന്താ ഇവിടെ ബഹളം? നമ്മുടെ കിണറ്റിലാരോ വീണിരിക്കണു. അയ്യോ ഭഗവതി. കാല് കുത്തി വീണായിരിക്കും. ഇല്ലേ രാവുണ്യാല്? ആൾന്നുള്ള കിണറ്റിൽ എങ്ങനെ കാലേറ്റ് വീഴാം? വിട്ടിത്തരം പറയാതിരിക്കും. നീന്താനറിയോ ഷാരടി മാഷിന്? ഗംഗാനദി നീന്തി കിടന്ന ആളല്ലേ, പിന്നെയാണോ എൽക്കി പൊട്ടക്കിണറ്? ഒരു കയറങ്ങിട്ട് കൊടുത്താൽ മതി, കേറിങ്ങ് വരും. അപ്പനാവാ എവിടെ? കയറെവിടെ? പോയി ഗോവിന്ദമാവേ, നമ്മുടെ കുട്ടി. ആരുടെ കാര്യം നീ പറയണേ? നമ്മുടെ ഭാമ. അമ്മ പറഞ്ഞ പോലെ കരുത്തി ചാടിയോള്. ഇതാരായി നിൽക്കണെന്ന് കണ്ണു വിളിച്ച് നോക്കും ഭരത. ഭാമ. അപ്പൊ ആരാ കെട്ടിച്ചാടിയേക്കണേ? ചത്തുമായി നിന്റെ അച്ഛനെ ഇരിങ്ങണ്ണൂർ നാരായണ പിഷാടി. എടാ വിദ്യാസുര, കഞ്ചാവഴുത്ത കിണറ്റിച്ചാടി എന്നല്ല ചന്ദ്രനെ പോയി വരെ തോന്നും. ഇങ്ങനെ കയറി വാങ്ങിയേ വച്ചിട്ടുണ്ടോ നിനക്ക് ഞാൻ? ഇന്നോടെ ഏട്ടന്റെ കഞ്ചാവടി ഞാൻ അവസാനിപ്പിക്കും. പക്ഷേ